എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഫസ്റ്റ് ഓൺ ബിഗ് ടിവി. CMR എക്സാലോജി കള്ളപ്പണ ഇടപാട് കേസിൽ പിണറായി വിജയന് കുരുക്കായി വീണ ടിയുടെ മൊഴി. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ഇഡിയുടെ പല ചോദ്യങ്ങൾക്കും അച്ഛനെ അറിയൂ എന്നായിരുന്നു വീണയുടെ മറുപടി. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. ഇതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇഡി ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായി നമുക്കൊപ്പം എത്തുന്നു വൈശാഖ് കൊമാട്ടിൽ. നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മൾ. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ, പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന് ഇവിടെ വന്നപ്പോ എന്റെ കൈയും കാലും വിറച്ചുപോയി കുട്ടി. അച്ഛനെ അറിയൂ എന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞതാണ്, മാധ്യമങ്ങൾ ചർച്ചകളിൽ ഉന്നയിച്ചതാണ്. അപ്പോഴൊന്നും എന്തിനാണ് നിങ്ങൾ പിണറായി വിജയനെ അന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വേട്ടയാടിയതെന്നാണ് പാർട്ടി ചോദിച്ചത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുത് ബാബാ. കൊഞ്ഞനം കുത്തൂല്ലടാ മോനെ. പക്ഷേ മകൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴി എന്താണ്? അച്ഛനെ അറിയൂ എന്ന് പറഞ്ഞാൽ എല്ലാം അച്ഛൻ അറിഞ്ഞിരുന്നു എന്നല്ലേ വൈശാഖ്? ആനന്ദേട്ടൻ എന്റെ അനിയനെ കൊച്ചാക്കരുത് കേട്ടോ. അതായത് പിണറായി വിജയനും കർത്തയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം എങ്ങനെയാണ്, അല്ലെങ്കിൽ വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകിയതെന്ന് കർത്ത മൊഴി നൽകുമ്പോൾ അത് എങ്ങനെയുള്ള ബന്ധമാണെന്നുള്ള കാര്യങ്ങളടക്കം ചോദ്യമായി വീണയിലേക്ക് എത്തി. ചെകുത്താനും കടലിനും നടുവിലൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. അതിനാണ് അത് അച്ഛനോട് ചോദിക്കണം, അല്ലെങ്കിൽ അച്ഛനെ അറിയൂ എന്നുള്ള രീതിയിലുള്ള മറുപടി നൽകിയിട്ടുള്ളത്. അത് ഒരു ചോദ്യത്തിന് മാത്രമല്ല പല ചോദ്യങ്ങൾക്കും സമാനമായിട്ടുള്ള മറുപടികൾ വീണ നൽകിയിട്ടുണ്ട്. കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരുപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? പ്രത്യേകിച്ച് മീഡിയയുടെ ചോദ്യം ചെയ്യലിന്റെ പ്രത്യേകത മറ്റ് പോലീസോ മറ്റ് ഏജൻസികളോ ചോദ്യം ചെയ്യുന്ന വിരുദ്ധമായി ആ പറയുന്ന മറുപടികൾ കൃത്യമായി തന്നെ എഴുതി നൽകുകയും വേണം. അപ്പോൾ സ്വാഭാവികമായും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി തന്നെ വീണ എഴുതി നൽകിയിട്ടുണ്ട്. അപ്പോൾ കെട്ടിയിട്ട് നല്ല ഇടിച്ച നമ്പർ മാത്രമല്ല അഡ്രസ്സും പിൻകോഡ് വരെ കൊടുത്തു. സേവനം നൽകാതെയാണ് തനിക്ക് പണം ലഭിച്ചതെന്ന് വീണ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ആ കാര്യം പിന്നീട് കർത്തയും സമ്മതിക്കുന്നു. അപ്പോൾ ആ ഇടപാടുകളിൽ നിർണായക ഒരു കക്ഷിയായി നിന്നിട്ടുള്ളത് പിണറായി വിജയനാണെന്ന് ഇതിലൂടെ വ്യക്തമാകുകയാണ് ഇടിക്ക്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഈ നിർണായകമായ മൊഴികളും ഒപ്പം തന്നെ ആ കുറിപ്പടിയുടെയും കൂടി അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ നിരവധി കാരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ വളരെ വേഗത്തിൽ തന്നെ പിണറായി വിജയനുള്ള സമൻസ് പോകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട.